എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരീയം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും അംഗീകാരത്തിനും വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഞാനെന്നും പ്രതീക്ഷിക്കുന്നു. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് സിംഹരാശി, അതായത് സിംഹത്തിൻ്റെ സ്വഭാവമുള്ള രാശി, ചിങ്ങരാശി എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പം ചിങ്ങരാശിയെ പറ്റി ഒന്ന് സംസാരിക്കാം. അതിൻ്റെ പൊതുവായിട്ടുള്ള ഗുണങ്ങളും നമുക്ക് അതിന് ദോഷങ്ങൾക്ക് എന്ത് പരിഹാരം എടുക്കാമെന്നുള്ളതും ഒക്കെ നമുക്ക് ഒന്ന് ചിന്തിക്കാവുന്നു. ചിങ്ങരാശിക്കാർ പൊതുവെ, ഞാൻ പറയുന്നത് പൊതുവെ നല്ല ആകർഷകമായ മുഖഭാവമുള്ളവരായിരിക്കും. തിളങ്ങുന്ന കണ്ണുകളോടെ ഉജ്ജ്വലമായ ആകൃതിയാണെന്ന് തന്നെ തോന്നിപ്പിക്കും. നല്ല ഗാംഭീര്യമുള്ള ഒരു ക്യാരക്ടറായിരിക്കും. ശരീരഭാഷയിൽ ഒരു ധീരതയും ഒരു ചെറിയ അഹങ്കാരമൊക്കെ പ്രകടമാകും. ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യമുള്ളവരുമാണവർ. പക്വതയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വളരെ കഴിവുള്ളവരാണെന്ന് തന്നെ നമുക്ക് പറയാം. എപ്പോഴും ഒരു ശ്രദ്ധാകേന്ദ്രമാകാൻ അവർ കൊതിക്കുന്നുണ്ട്, മാനസികമായിട്ടും കൊതിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ചിലപ്പോഴൊക്കെ അവരെന്താ ഒരു അവകാശവാദം, അതായത് ഞാൻ പറയുന്നതാണ് ശരി എന്ന് അവർ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. പക്ഷെ നീതിബോധമുള്ളവരാണ്. പക്ഷെ എന്തെങ്കിലും കാരണത്തിൽ ഒന്ന് പ്രകോപിതരാക്കിയാൽ അവരവരുടെ ലിമിറ്റൊക്കെ കടന്ന് പോകും. ധനസമ്പാദനത്തിനും നല്ല കഴിവുള്ളവരാണ്. എങ്കിലും ചിലപ്പോൾ ധനക്ഷയത്തിന് ചില സാഹചര്യങ്ങളിൽ ധനക്ഷയത്തിനും കാരണമാകും. സ്നേഹത്തിലും വിശ്വാസത്തിലും ഇവർക്ക് വളരെ ആവശ്യമാണ്. കാരണം ഇവർക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഇവരെന്തും ചെയ്യും. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കില്ല. അവർക്ക് ഒരു പ്രാവശ്യം എന്തെങ്കിലും സംഭവിച്ചാലും വീണ്ടും ആരെങ്കിലും വന്ന് വളരെ ഒന്ന് ദയവ് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അത് ചെയ്യും. കാരണം അവരതിൽ നിന്ന് പാഠം പഠിക്കാറില്ല. പൊതുവെ ഇത് ഞാൻ പറഞ്ഞ പൊതുവെയുള്ള സ്വഭാവങ്ങളാണ്. പിന്നെ ശാരീരികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇവർക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. രക്തസമ്മർദ്ദം, നാഡീബന്ധം സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ പൊതുവെ ചിങ്ങരാശിക്കാർ കുറച്ച് ശരീരഭാരമുള്ളവരായിട്ടാണ് നമുക്ക് കാണുന്നത്. പൊതുവെ ആത്മവിശ്വാസം, ധീരത, കർമ്മധീരത, ഉദാര മനസ്ഥിതി, ദാനശീലമൊക്കെ ഇവർക്ക് ഉണ്ടെങ്കിലും ചില സമയത്ത് ചില നെഗറ്റീവായിട്ടുള്ള ചില കടുത്ത പെരുമാറ്റം കാണാം. ചിങ്ങരാശിക്കാരിൽ ചിങ്ങത്തിൽ 3 നക്ഷത്രങ്ങളാണുള്ളത്. 1 മകം, 2 പൂരം, പിന്നെ ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. നമുക്ക് ശനി ഭഗവാന്റെ ചിങ്ങൻ രാശിക്ക് ശനി ഭഗവാന്റെ 2025 ആ മാറ്റം എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നോക്കാം. സുഹൃത്തുക്കളെ, 8ാം ഭാവത്തിലേക്കാണ് ശനി ഭഗവാൻ വരുന്നത്. അതായത് പൂരിട്ടാതി നക്ഷത്രം 7 ഇപ്പം 7-ന് 8-ലേക്ക്. ഇത് ഒരു കണക്കിന് പറഞ്ഞാൽ തീയിൽ നിന്നെടുത്ത് ആവിയിലേക്ക് കൊണ്ടുപോകുന്നൊരു സ്വഭാവം അതാണ് കാണപ്പെടുന്നത്. കാരണം 7ാം ഭാവത്തിൽ ശനി ഭഗവാൻ ഇരുന്നാൽ നമുക്ക് ഒത്തിരി ക്ലേശങ്ങൾ, പിന്നെ ഭാരസഹനം ഇതൊക്കെ ഉണ്ടാകും. ഭാരസഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. 7ാം ഭാവത്തിലെ പൊതുവെ ശനി ഭഗവാന്റെ സ്വഭാവം അതാണ്. എന്നാലും ധൈര്യവും കാണിക്കും, ധനസമൃദ്ധിയൊക്കെ ഉള്ളതാണ് 7ാം ഭാവം. പക്ഷേ 8-ലേക്ക് വരുമ്പം ശനി ഭഗവാൻ എന്താകുമെന്നറിയാമോ? വളരെ കോപം, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവത്തെ ഉണ്ടാക്കും. പല ദൗർബല്യങ്ങളും വെളിയിൽ വരും. അതുപോലെ ദാരിദ്ര്യവും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് സാമ്പത്തികമായി താഴേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇത്
ചിങ്ങൻ രാശിയിലുള്ള 3 നക്ഷത്രത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് നക്ഷത്രശാസ്ത്രം, അതായത് സ്റ്റാർ അസ്ട്രോളജി പ്രകാരം നമുക്കൊന്ന് നോക്കാം. ആ സയൻസ് പ്രകാരം ഒന്ന് നോക്കാം. മകം നക്ഷത്രം നമുക്കറിയാം, അതിൻ്റെ അധിപൻ വന്നിട്ട് കേതുവാണ്. അത് അതിൻ്റെ ദേവത വന്ന് പിതൃക്കളാണ്. ഗണപതി ആയിരിക്കുമല്ലോ, കേതു ആകുമ്പോൾ ഗണപതി ആയിരിക്കും അതിൻ്റെ ദേവത. അധിപൻ കേതുവാണ്, ഗണപതി ദേവതയാണ് അല്ലേ. അതുപോലെ അടുത്തത് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രത്തിൻ്റെ അധിപൻ വന്നിട്ട് ശുക്രനാണ്, ദേവത വന്ന് പാർവതിയാണ്. അടുത്തത് ഉത്തരം നക്ഷത്രം. ഉത്തര നക്ഷത്രത്തിൻ്റെ അധിപൻ വന്ന് സൂര്യനാണ്, അപ്പോൾ ദേവത വന്ന് ശിവനായിരിക്കുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് അയ്യപ്പനെന്നും പറയാം, കാരണം അദ്ദേഹം ഉത്തര നക്ഷത്രത്തിലാണ് ജനിച്ചത്. അപ്പോൾ അയ്യപ്പനെ നമുക്ക് ആ ഒരു ഇതിലേക്ക് എടുക്കാം അല്ലേ. ഇപ്പം മകം നക്ഷത്രം നമുക്ക് ഈ ശനി ഭഗവാൻ ഇരിക്കുന്ന പൂരിട്ടാതിയുടെ നക്ഷത്രമായ പൂരിട്ടാതി, അതിൻ്റെ 16, അതായത് മകത്തിൻ്റെ 16ാമത്തെ നക്ഷത്രമായിട്ട് വരും അല്ലേ. അപ്പോൾ അതെന്താ നിൽക്കുന്നത്? വധധാരയിലാണുള്ളത്. ഈ വധധാരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചുറ്റലുകൾ, ഒരു കാര്യം നേരിട്ട് ഒന്നാമത് 8ാം ഭാവത്തിലേക്കാണ് വരുന്നത്, കഷ്ടത്തിലേക്കാണ് വരുന്നത്. ഞാൻ പേടിപ്പിക്കാനല്ല സുഹൃത്തുക്കളെ പറയുന്നത്, നമ്മൾ കാര്യം മനസ്സിലാക്കി അതിന് വേണ്ടിയ പരിഹാരങ്ങൾ ചെയ്ത് മുന്നേറണം. അല്ലാതെ പേടിക്കുകയല്ല വേണ്ടത്. അതൊന്നും പേടിക്കാനുള്ള കാര്യങ്ങളില്ല. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കടന്ന് വെളിയിലേക്ക് വരാൻ നോക്കും. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത് മാത്രമാണ്. ആ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മകം നക്ഷത്രത്തിന് കുറച്ച് അലച്ചിലൊക്കെ ഉണ്ടാകും. പൊതുവെ 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഒരു ഭാവത്തിൻ്റെ ദോഷങ്ങൾ, അതായത് 8 പറഞ്ഞില്ലേ, ധനം നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മകത്തിനുണ്ടാകും. അപ്പം മകം വളരെ കെയർഫുള്ളായിട്ട് ഈ ഒരു 2.25 വർഷം പോകണം. അതിലിപ്പോൾ ആദ്യത്തെ 2025 എന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൽ കൂടെയാണ് ശനി ഭഗവാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ബാധിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് പൂരം നക്ഷത്രമാണ്, 15ാമത്തെ നക്ഷത്രമാണ്, അതായത് ദൈവാനുകൂല നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ 8ാം ഭാവത്തിൻ്റെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും കുറച്ചൊക്കെ ദൈവത്തിൻ്റെ സപ്പോർട്ട് കിട്ടും. അവർ വന്ന് പാർവതി ദേവിയെ പൂജിക്കുക. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം, പുറകോട്ട് പറയാം. അടുത്തത് ഉത്തരം. ഉത്തരത്തിൻ്റെ സൂര്യനാണ്. സൂര്യൻ്റെ അത് വന്നിട്ട് 14ാമത്തെ നക്ഷത്രമാണ്. അതെന്നാൽ പ്രത്യുതധാരയിലാണുള്ളത്. അതും വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നക്ഷത്രമാണ്, ധാരയാണ്. അപ്പോൾ അവിടെയും നമ്മൾ കുറച്ച് കെയർഫുള്ളായിരിക്കണം. അപ്പം ഇനി നമുക്ക് ഈ നക്ഷത്രങ്ങളെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇനി നിങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, 22ാമത്തേതാണ് വൈനാശികം എന്ന് പറയുന്നത്. ഈ 22 വൈനാശികമാണെങ്കിൽ ചില കാൽക്കുലേഷൻസിൽ ചില ഡിഗ്രിയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ 23ാമത്തെ നക്ഷത്രം ആകാനും ഉണ്ട് ചാൻസ് കേട്ടോ. അപ്പോൾ നമ്മളത് അനുസരിച്ച് വേണം എടുക്കാൻ. അതുകൊണ്ട് കാൽക്കുലേറ്റ് ശരിക്കും വൈനാശിക നക്ഷത്രം എടുക്കുമ്പോൾ 22ാമത്തെ നക്ഷത്രമാണ് വൈനാശികം എന്നുള്ളത് ജനറലായിട്ടുള്ള പറയുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ. കാരണം നമുക്ക് നക്ഷത്രങ്ങൾക്കൊന്നും ഒരേ അളവല്ല, ചെറിയ അളവ് വ്യത്യാസങ്ങളുള്ളതുകൊണ്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരും. ചിലതിനകത്ത് 23ാമത്തെ നക്ഷത്രം ആകാനും ചാൻസ് ഉണ്ട്. അത് വന്നിട്ട് നമ്മൾ ശരിക്കും ജാതകം ഗണിച്ചെടുക്കുമ്പോൾ ആണ് കണ്ടുപിടിക്കാൻ പറ്റുക. പിന്നെ അതുപോലെ ഈ 13ാമത്തെ നക്ഷത്രം ഭാഗ്യ നക്ഷത്രമാണ്, അത് വളരെ ഉപകാരപ്രദമാകും, അതിനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ 13ാമത്തെ നക്ഷത്രത്തിൻ്റെ അധിപനും 22ാമത്തെ നക്ഷത്രത്തിൻ്റെ അധിപനും ഒരേ ഒരാളാണ്. അപ്പോൾ എവിടെയാണ് സംഭവിക്കുന്നത്? ഉദാഹരണം നമ്മൾ പറയാമല്ലോ, മകത്തിൻ്റെ 13ാമത്തെ നക്ഷത്രം തിരുവോണമാണ്, അതിൻ്റെ അധിപൻ ചന്ദ്രനാണ്. 22ാമത്തെ നക്ഷത്രം രോഹിണിയാണ്, അതിൻ്റെ അധിപൻ ചന്ദ്രനാണ്. അതുപോലെ പൂരത്തിൻ്റെ 13 വന്നിട്ട് അവിട്ടമാണ്, ചൊവ്വയാണ് അതിൻ്റെ അധിപൻ. 22ാമത്തെ നക്ഷത്രം മകയിരമാണ്, അതും ചൊവ്വയാണ്. ഉത്തരത്തിൻ്റെ ആണെങ്കിലോ ചതയമാണ്, രാഹുവാണ് അതിൻ്റെ അധിപൻ. 22ാമത്തെ നക്ഷത്രം തിരുവാതിര, അതും രാഹുവാണ്. അപ്പം നമ്മൾ ഇത് കോൺട്രഡിക്റ്റായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഒരിടത്ത് നന്നായിട്ട് സൂപ്പർ എന്ന് പറയുന്നത്, ഒരിടത്ത് വൈനാശികം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനാണ് സുഹൃത്തുക്കളെ നമ്മുടെ ആചാര്യന്മാർ ഈ ദാനത്തിന് വളരെ മുഖ്യത്വം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ദാനം ചെയ്യാതെ ഒരു പരിഹാരം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതാണ്. നമ്മൾ ദാനം തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ദാനം ചെയ്യാതെ പരിഹാരം ചെയ്യരുത്, അല്ലെ പരിഹാരം ചെയ്തിട്ടെങ്കിലും ദാനം ചെയ്യണം. എന്നാലേ ആ പരിഹാരം വന്നിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഒന്ന് മനസ്സിലാക്കിക്കോ. കാരണം അതിപ്പം ആര് പറഞ്ഞാലും നിങ്ങളതിൻ്റെ കൂടെ ഒരു ദാനം ചെയ്തേക്കുക. ദാനം എന്ന് പറയുന്ന ഭക്ഷണദാനം, അന്നദാനമാണ്. അതിൽ കഴിഞ്ഞൊരു ദാനം ഇല്ല.
അന്നദാനം അത് മനുഷ്യന് കൊടുത്താലും ശരി, മൃഗങ്ങൾക്ക് കൊടുത്താലും ശരി, പക്ഷികൾക്ക് കൊടുത്താലും ശരി, അന്നദാനം കൊടുക്കുക. അതുപോലെ അന്നദാനം കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അന്നദാനത്തിൻ്റെ കൂടെ തീർച്ചയായിട്ടും ജലം, അതായത് കുടിക്കുവാൻ വെള്ളം കൊടുക്കണം. എന്നാലേ ആ വന്ന ആ പരിഹാരം, ആ അന്നദാനത്തിനുള്ള കിട്ടേണ്ട ഇത് വന്ന് പൂർണ്ണമാകുകയുള്ളൂ എന്നാണ് ആചാര്യമതം. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ വൈനാശികവും പിന്നെ ഭാഗ്യ നക്ഷത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കോണം. അതനുസരിച്ച് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിനാണല്ലോ കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അവർക്ക് കാർത്തിക നക്ഷത്രം വന്നിട്ട് വളരെ നല്ലൊരു ഇതാണ് കാണിക്കുന്നത്, നല്ല എഫക്റ്റീവായിട്ടുണ്ട്. 13ാമത്തെ നക്ഷത്രമാണ്. വൈനാശിക നക്ഷത്രത്തിൻ്റെ അതായത് സൂര്യനാണ് അതിൻ്റെ അധിപനെങ്കിലും നമ്മൾ ദിവസവും കുറച്ച് ഭസ്മം എടുത്ത് കാർത്തികേയ 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 എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. മുരുകൻ അല്ലെങ്കിൽ ശിവൻ എല്ലാം കാർത്തികേയൻ എന്നുള്ള ആ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആ ഒരു അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. ഭസ്മമാണ് അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ധാന്യത്തിന് പകരം ഭസ്മവും വന്നിട്ട് പിന്നെ കാർത്തികയ്ക്ക് ഒരടയാളമാണ്. അപ്പോൾ കുറച്ച് ഭസ്മം കയ്യിലെടുത്തിട്ട് കാർത്തികേയ കാർത്തികേയ എന്ന് മനസ്സിൽ ധ്യാനിച്ച് ആക്ടിവേറ്റ് ചെയ്ത് ധരിച്ചു നോക്ക്. അന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും സംഭവിക്കുന്നതായിട്ട് കാണാം. അപ്പം ഓരോന്നും ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതിവിധികൾ ഒളിഞ്ഞിരിപ്പുണ്ട് ജ്യോതിഷത്തിൽ. പിന്നെ നമ്മൾ ചിങ്ങരാശിയെ പറ്റി പറഞ്ഞാൽ അത് ഒരു സ്ഥിരമായിട്ടുള്ള നക്ഷത്രമാണ്, നല്ല രാശിയാണ്. എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കൺഫ്യൂസ് ആകില്ല, അതിൽ തന്നെ പിടിച്ച് നിൽക്കാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും. പിന്നെ ഏത് കാര്യവും കിഴക്കോട്ട് നോക്കി ചെയ്യണം. കാരണം അവരുടെ ദിക്ക് വന്നിട്ട് കിഴക്കാണ്. ചൂട്, തീയാണ് അവരുടെ, അഗ്നിയാണ് അവരുടെ രാശിയുടെ സ്വഭാവം. വയറ് സംബന്ധമായ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം നോക്കിയാൽ ചിങ്ങം എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ വയറാണ്. ഓക്കെ, അപ്പം ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം. ഒരു കാര്യം എടുക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ കണക്കിലെടുത്ത് വേണം പരിഹാരങ്ങൾ പറയാൻ. ഇനി നമ്മൾ പറഞ്ഞല്ലോ അഷ്ടമത്തിലേക്ക് വരികയാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് ചെറിയ പരിഹാരങ്ങൾ, ജനറലായിട്ടുള്ള ശനിയുടെ പരിഹാരങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇത് മാത്രം പോരാ. ഞാൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് മകം ഒന്നിലൊക്കെ ഒരു നക്ഷത്രം നിന്നാൽ, മകൻ നക്ഷത്രക്കാർക്ക് മകം 1-ാം പാദത്തിലാണ് ആ നക്ഷത്രം എന്നെങ്കിൽ ഗണ്ഡാണ്ട ദോഷമായ പിതൃശാപത്തെയാണിത് കാണിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ജാതകം വന്നിട്ട് എന്തൊക്കെ പഞ്ചമഹാപുരുഷ യോഗം ഉണ്ടെങ്കിലും ശരി, കേസര യോഗം ഉണ്ടെങ്കിലും ശരി, അത് വർക്കാകില്ല, നമുക്കൊരു ശുഭവും നടക്കില്ല. അപ്പോൾ അതിന് പിതൃശാപദോഷം മാറ്റണം. പിതൃശാപദോഷം മാറ്റണമെങ്കിൽ പിന്നെ നത്തം, അതായത് ദിണ്ടുക്കലുള്ള നത്തം എന്ന് പറയുന്ന ഇടത്തിലെല്ലാം പോയി ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ പിതൃശാപദോഷം മാറ്റാൻ നമ്മുടെ തിരുവനന്തപുരത്ത് പിന്നെ പരശുരാമക്ഷേത്രം, തിരുവല്ലം പരശുരാമക്ഷേത്രത്തിൽ പോകാൻ വളരെ നല്ലതാണ്. ഇത് പറയുമ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാമെന്ന് ഉദ്ദേശിക്കുന്നത്. തിരുവല്ലം ക്ഷേത്രത്തിൽ നമ്മൾ പരിഹാരം ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പിതൃശാന്തി വരുത്താൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. കാരണം അത് പലരോടും പറയണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ച കാര്യമാണ്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ പിന്നെ എല്ലായിടത്തും ടെൻറ്റ് കെട്ടിയിട്ടുണ്ടാവും. പിതൃശാപദോഷമൊക്കെ മാറ്റിയിട്ട് നേരെ നമ്മൾ കുളിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോവുകയാണ്. അങ്ങനെ ചെയ്യരുത് സുഹൃത്തുക്കളെ. അത് വന്നിട്ട് വിധിയല്ല. അതിന് ആചാര്യമതപ്രകാരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ബലിച്ചോറില്ലേ, ആ ചോറ് വന്ന് നേരെ കൊണ്ടുവന്ന് അവിടെ പിന്നെ ആറ്റിലൊഴുക്കല്ല ചെയ്യണ്ടേ. അതെടുത്തിട്ട് വന്നിട്ട് ആ ഭഗവാന്റെ അമ്പലത്തിന് മുമ്പിൽ 6 ചെറിയ കല്ലുകൾ വെച്ചിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടോ? 6 സ്തൂപം മാതിരി ഉണ്ടാവും. ഇതിൽ 6ലും നമ്മളത് വെതറിയിട്ട് ബാക്കിയുള്ളത് കൊണ്ടുവന്ന് കളയുക. കാരണം ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാമോ? നമ്മുടെ ശരീരത്തുള്ള ആ പിതൃക്കളുടെ എനർജി ആയിട്ടുള്ള 6 നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് 6 എനർജി സെൻറ്റേഴ്സ് ഉണ്ടെന്ന്. ഈ 6 എനർജി സെൻറ്റേഴ്സിൽ എവിടേക്കോ പിതൃക്കളുടെ ഒരു ബലം ഉണ്ടാകും. ആ ബലത്തിന് നമ്മൾ ആർക്കും കൊടുക്കുന്ന മാതിരിയാണ് അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യണം. അത് വന്നിട്ട് പലരും ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നില്ല. അത് അറിയാത്തവർക്കായിട്ട് ഞാനൊരു ടിപ്സ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾ പോകുമ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ പിതൃദോഷത്തിന് ഏറ്റവും നല്ലത് വന്നിട്ട് തിരുവല്ലം തന്നെയാണ്. തിരുവല്ലത്ത് ചെയ്യാൻ പറ്റിയ ദ ബെസ്റ്റ്. വർക്കലയുണ്ട്, അവിടെയും ചെയ്യാം. പലയിടത്തും ഉണ്ട്. പിന്നെ നല്ല ആചാര്യന്മാരാൽ നല്ല ശരിക്കും പറഞ്ഞു തരുന്ന ഇടങ്ങളുണ്ട്. പിന്നെ നോർത്ത് സൈഡിലും ഉണ്ടല്ലോ പല ക്ഷേത്രങ്ങളും ഉണ്ട്. അപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്ത് പോയി
പിതൃശാന്തി എല്ലാ വർഷവും ചെയ്യണം സുഹൃത്തുക്കളെ. പിതൃക്കൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ എനർജി തന്നെയുണ്ട്, നമ്മുടെ ശരീരത്തിൽ തന്നെ അവരുടെ ആ എനർജി ഉണ്ട്. ആ എനർജിയെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട നമ്മുടെ ആവശ്യമാണ്, പിതൃക്കളുടെ ആവശ്യമല്ല. അത് ഡെവലപ്പ് ചെയ്തെടുത്താലേ നമുക്ക് പല കാര്യങ്ങളും സാധിക്കുകയുള്ളൂ. ഇന്ന് പറയുന്ന പല തടസ്സങ്ങൾക്കും കാരണം പിതൃദോഷമാണ്. അപ്പോൾ ഈ മകം 1-ാം പാദത്തിൽ നിൽക്കുന്ന ഉദാഹരണത്തിന് മകം 1-ാം പാദത്തിൽ ചിങ്ങരാശി എന്ന് പറയുമ്പോൾ മകത്ത് 1-ാം പാദത്തിൽ ചില നക്ഷത്രങ്ങൾ പ്ലാനറ്റ്സ് വരാൻ ചാൻസ് ഇല്ലേ, പ്രത്യേകിച്ച് ചന്ദ്രനൊക്കെ വരാൻ ചാൻസ് ഇല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഗണ്ഡാന്ത ദോഷങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ദോഷം മാറ്റണം. അതേമാതിരി ഞാനിപ്പോൾ ഓരോ നക്ഷത്രത്തിനും, അതായത് ഇപ്പോൾ മകം നക്ഷത്രത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. മകം നക്ഷത്രത്തിൽ ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് പിന്നെ ശനിയുടെ ആ ഒരു ആസ്പെക്റ്റിൽ മാത്രം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ശനി ഭഗവാൻ പൂരിട്ടാതി നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. പൂരിട്ടാതി എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ നക്ഷത്രമാണ്. അതിൽ ശനി ഭഗവാൻ നിൽക്കുന്നു. ദാറ്റ് മീൻസ് ഗുരു ശനി അവിടെ രണ്ടുപേരും വന്നു. അടുത്തത് നമുക്ക് പിന്നെ ചിങ്ങത്തിൽ നിൽക്കുന്ന കേതുവാണ് അതിൻ്റെ അധിപൻ, അതായത് മകത്തിൻ്റെ അധിപൻ. അത് വന്ന് സൂര്യനാണ് ചിങ്ങത്തിൻ്റെ അധിപൻ. അപ്പോൾ സൂര്യനും കേതുവും വന്നു. നമുക്ക് ഈ 4 പേരെയും കൂടെ ബന്ധപ്പെടുത്തി ഒരു പരിഹാരം എടുക്കണം. അതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഗുരുവും ശനിയും കൂടെ ചേർന്ന് ചെയ്യുന്നത് ഏതാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അവിടെ വന്നിട്ട് ഗുരുവും ശനിയും കൂടെ ചേർന്ന എനർജിയാണുള്ളത്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുക. അവിടെ കേതുവിടെ അവിടെ ഒരു ഗണപതിയുടെ ഒരു അതുണ്ട്, അല്ലെങ്കിൽ ആനയുണ്ട്. അവിടുത്തെ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുക. അതും കേതുവിൻ്റേത് തന്നെയാണ്, എനർജി തന്നെയാണ്. അപ്പം അതുപോലെ ഗണപതിക്ക് വന്നിട്ട് സൂര്യൻ എന്ന് പറഞ്ഞാൽ ദീപം കാണിക്കുക, നെയ്ദീപം കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ദീപപരിഹാരങ്ങൾ ചെയ്യുക. ഇത് വന്നിട്ട് മകത്തിന് ശനി ഭഗവാന്റെ ഈ ദോഷത്തിന് ഇപ്പോഴത്തെ അഷ്ടമശനിക്ക് വളരെ പ്രയോജനം ചെയ്യും. അടുത്ത പൂരം നോക്കാം. പൂരവും ഗുരുവും ശനിയുമാണ്. അതായത് ഗുരു വന്നിട്ട് പുരുട്ടാതിയുടെ അധിപൻ, ശനി നമ്മൾ എടുക്കേണ്ട പ്ലാനറ്റ്, അതായത് ഇപ്പോൾ മാറാൻ പോകുന്ന അതിനെ പറ്റിയാണ് നമ്മൾ പരിഹാരം എടുക്കുന്നത്. പൂരത്തിൻ്റെ അധിപൻ ശുക്രനാണ്, ചിങ്ങരാശിയുടെ അധിപൻ സൂര്യനാണ്. അപ്പോൾ നമ്മൾ ഗുരുവും ശനി എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ തന്നെ എടുക്കാം. ശുക്രൻ എന്ന് പറയുമ്പോൾ മഹാദേവിയെ എടുക്കാം. പിന്നെ സൂര്യൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വിളക്കെന്നെടുക്കാം. അപ്പോൾ അവിടെ ദേവിക്ക് വന്നിട്ട് നെയ്ദീപം കാണിക്കുക, അല്ലെങ്കിൽ നെയ്ദീപം കൊടുക്കുക, അല്ലെങ്കിൽ ദീപത്തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യുക. അതുപോലെ ഉത്തരത്തിന് അതേമാതിരി തന്നെയാണ്, ഗുരുവും ശനിയുമാണ് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സൂര്യനുമാണ്, ഉത്തരത്തിൻ്റെ സൂര്യനാണ്, അതും ചിങ്ങത്തിൻ്റെ സൂര്യനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ മമ്മിയൂർ പോവുക. മമ്മിയൂർ പോയിട്ട് ശിവഭഗവാന് പരിഹാരം ചെയ്യുക. തിരിച്ച് വീണ്ടും ഗുരുവായൂർ വരിക, അവിടെയും തൊഴുതിട്ട് വരിക. ഇത് ഉത്തരം നക്ഷത്രത്തിൻ്റെ പരിഹാരമാണ്. ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയം വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് മുഴുവൻ കംപ്ലീറ്റായിട്ട് പരിഹാരം പറയാൻ പറ്റുന്നില്ല, അതാണ് സത്യം. ഏതായാലും സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയുടെ ചുരുക്കുകയാണ്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഷെയറും ലൈക്കും എനിക്ക് പ്രധാനപ്പെട്ടാണ്. ദയവ് ചെയ്ത് അത് ചെയ്യുക. പ്രത്യേകിച്ച് ചിങ്ങൻ രാശിക്കാർ ഈ 8-ാം ഭാവത്തിലെ ശനിയെ പ്രത്യേകിച്ച് കരുതലോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ നമസ്കാരം. താങ്ക് യു.